ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി ചാനലിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് പ്രോഡക്റ്റ് നമ്മുടെ MIയുടെ ഒരു എയർ ഫ്രയറാണ്. എയർ ഫ്രയർ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യാന്നൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റിനകത്തൊക്കെ പറയണം. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചതാണ്. MIയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഒരു വെള്ളമൊന്നും പറ്റി നനയാതിരിക്കാനായിട്ട് നല്ല പ്ലാസ്റ്റിക്കിനകത്തൊക്കെ റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് പാക്കിങ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം റാപ്പിങ് ഇങ്ങോട്ട് തുറക്കാം. ഇവിടെ ഒരു ചെറിയ ബോക്സ് ഡാമേജൊക്കെ കാണുന്നുണ്ട്. നമുക്ക് തുറന്നു കഴിയുമ്പോൾ നോക്കാം. സൈഡിലോട്ട് മാറിയിട്ട് നമുക്ക് ഇതാണ് നമ്മൾ ക്ലോസപ്പ് ചെയ്തത്. ഇതാണ് പ്രോഡക്റ്റ്. ഇതിനകത്ത് 3.5 ലിറ്റർ കപ്പാസിറ്റി, 40 ഡിഗ്രി മുതൽ 40 ഡിഗ്രി മുതൽ 200 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പറയണത്. ആപ്പ് സ്മാർട്ട് കൺട്രോൾ, MIയുടെ ഹോം ആപ്പിനകത്തേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാമെന്നൊക്കെ പറയുന്നു. 24 അവർ ടൈമറുണ്ട്. പിന്നെ ഇൻറ്ററാക്റ്റീവ് OLED ഡിസ്പ്ലേ ഉണ്ട്. 50+ ക്ലൗഡ് റെസിപ്പി. ഇതൊക്കെയാണ് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ, സെയിം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൺട്രി ഓഫ് ഒറിജിൻ ചൈന. കണ്ടൻസർ കൊടുത്തിട്ടുണ്ട്. 1 യൂണിറ്റ് എയർ ഫ്രയർ, പിന്നെ ഗ്രില്ല് 1 യൂണിറ്റ്, ഫ്രൈയിങ് പ്ലേറ്റ് 1 യൂണിറ്റ്, യൂസർ മാനുവൽ 1 യൂണിറ്റ്, വാറണ്ടി കാർഡ്. ഇത്ര സാധനങ്ങളാണ് ഉള്ളിലുള്ളതെന്ന് പറയുന്നു. വൈറ്റ് കളറാണ്. ശരി, അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എയർ ഫ്രയർ ലിമിറ്റഡ് വാറണ്ടി, 1 വർഷത്തെ വാറണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ ഡിവൈസ് 1 ഇയർ വാറണ്ടി ലേബർ ആൻഡ് പാർട്സിന്. പിന്നെ 10 ദിവസത്തെ മാനുഫാക്ചറിങ് ഡിഫക്റ്റിന് ഒരു 10 ദിവസത്തെ വാറണ്ടി കൂടി കൊടുത്തിട്ടുണ്ട്. വാക്കിനാണ്. അതുകൊണ്ട് അവരുടെ സർവീസ് സെൻറ്ററിൽ പോകേണ്ടി വരും. ബാക്കി ഒരു ചെറിയ യൂസർ മാനുവലുണ്ട്. മുകളിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തെർമോക്കോൾ മാറ്റി വയ്ക്കാം. പിന്നെ ഈ സൈഡിലായിട്ട് ക്ലോസപ്പ് ചെയ്ത് സൈഡിലായിട്ട് ഒരു ഗ്രില്ല്, ഫ്രൈയിങ് ഗ്രില്ല അല്ലേ, ഫ്രൈയിങ് ഗ്രില്ല്, ഫ്രൈയിങ് പ്ലേറ്റ്, ചെറിയ ടേബിളൊക്കെ എടുത്ത് വാറണ്ടി കാർഡും ഇതെന്താണ് ഒരു സാധനമാണല്ലോ. അവരുടെ ഇൻവോയ്സ് ബില്ലാണ്. ബില്ല് ഇതിന് മെയിൻ യൂണിറ്റ് നമുക്ക് പുറത്തെടുക്കാം.
ബോക്സ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ടേബിളിനകത്ത് മുകളിൽ കവർ എടുത്ത് മാറ്റി പിന്നെ ട്രാൻസ്പോർട്ടേഷനിൽ മൂവ് ആകാതിരിക്കാനായിട്ട് ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അവർ. അത് പതുക്കെ പതുക്കെ മാറ്റാം. ഈ സൈഡിലൊന്നും അത് മാറ്റി ഇതാ ഇങ്ങനെ സൈഡിലൊരു ചെറിയ എയർ വെൻ്റൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ OLED ഡിസ്പ്ലേന്ന് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓണായി കഴിയുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ ശരിക്കും. അപ്പം നമുക്ക് ആ ഷെയ്ഡ് അധികം വരാത്ത രീതിയിൽ എടുക്കും കേട്ടോ. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് തുറന്നു നോക്കാം. ഇതാണ് ഇതൊക്കെ നമ്മൾ മാനുവലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്തോ റബ്ബർ പോലത്തെ എന്തോ മെറ്റീരിയലൊക്കെ കൂടെ ഉണ്ട്. ഒരു ഗ്രില്ല് ഇതാണ് സാധനം. ഇതിനകത്ത് എന്താ ഇത് എന്താ നമ്മുടെ നോൺ സ്റ്റിക്ക് അല്ലേ, നോൺ സ്റ്റിക്ക് കോട്ടിങ് എന്താ പറയുക അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് എന്ത് കോട്ടിങ് എന്ന് പറഞ്ഞിരുന്നത് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അതവിടെ നിന്ന് കാണിച്ച് ഇതൊരു കറക്റ്റായിട്ട് ഇത് ഫുള്ളായിട്ട് എഴുതല. മാനുവലിനകത്ത് പറഞ്ഞിട്ടുണ്ട് എയർ ഔട്ട്ലെറ്റാണ് ആ പുറകുവശത്ത് നമ്മൾ കണ്ടത്. പിന്നെ എയർ ഫ്രയർ ബോഡി, പിന്നെ ഇവിടെ OLED ഡിസ്പ്ലേ, എയർ ഇൻലെറ്റ് മുകളിൽ ഇതാ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഈ ഗ്രില്ലിനകത്ത് കണ്ടത് ഗ്രില്ലല്ല എന്താണ് ഇത് ഫ്രൈയിങ് പ്ലേറ്റിനകത്തുള്ള സിലിക്കോൺ റബ്ബറാണിത്. അപ്പോൾ ചൂട് അടിക്കുമ്പോൾ ഒന്നും ആവില്ലായിരിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്രില്ല്, ഇതാ ഗ്രില്ല്. പിന്നെ ഫ്രൈയിങ് പ്ലേറ്റ്, ഇത് ഹാൻഡിൽ, ഇവിടെ ഇത് ഹാൻഡിൽ. പിന്നെ ഹീറ്റ് ഡിസിപ്പേഷൻ വെൻറ്റ്, താഴെയും കൂടി ഒരു ഡിസിപ്പേഷൻ വെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലുണ്ട്. ഇവിടെ ഹീറ്റ് ഡിസിപ്പേഷൻ വെൻറ്റ്. ഉള്ളിലെന്താ ഉള്ളത് നമ്മളത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഉള്ളിലൊരു കോയിലാണുള്ളത്. കോയില് ഇതുണ്ടോ. പിന്നെ ഉള്ളിൽ അതിൻ്റെ ഫാൻ ഉണ്ടാവുമായിരിക്കും. എയർ വരണ്ടേ, ഹീറ്റ് എയർ വരണ്ടേ, അല്ല ഹോട്ട് എയർ വരണ്ടേ. ഓക്കെ. പിന്നെ ഇത് സ്മാർട്ട് ആപ്പിൽ കണക്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. പിന്നെ കണക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഞാനിപ്പോൾ കാണിക്കില്ല കേട്ടോ, അത് പിന്നീട് പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. നമ്മുടെ MI എയർ ഫ്രയർ 1500 വാട്ട്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ പവർ പ്ലഗ് ആണ് തന്നിരിക്കുന്നത് 15 ആംസിൻ്റെ. അത് പവർ പ്ലഗ് സോക്കറ്റിൽ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ പവർ ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രോ അതിനുള്ളിൽ ലോക്ക് ചെയ്തു, ഒരു സൗണ്ട് വരും. അപ്പോൾ അത് ലോക്ക് ചെയ്തു. അതിനുശേഷം പവർ ഓൺ ആക്കുമ്പോൾ ഒരു സൗണ്ട് വരും. അതിനുശേഷം പവർ ബട്ടൺ ഓണാക്കി മാനുവൽ കുക്കിംഗ് ആണോ അതെയോ അതിനകത്ത് ഓൾറെഡി എന്തോ മെനു ഒക്കെ ഉണ്ട്. ചിക്കൻ, ഫിഷ്,
അത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതൊരു പ്രസ് ബട്ടണാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യണം, ഹാഫ് ഓർ ഫുൾ. വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടാവും, കുക്കിംഗ് സ്റ്റാർട്ടാവും. 15 minutes ആണ് അത് പറയണത് ഇതിനകത്ത്. ഇത് നമ്മൾ ജസ്റ്റ് ഓണാക്കി നോക്കിയത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ മാനുവലാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. എന്താ ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിച്ചാൽ കുറയും, വലത്തോട്ട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടും. അത് എത്ര ടെമ്പറേച്ചർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ 40 ഡിഗ്രി മുതൽ അവർ പറഞ്ഞിരിക്കുന്ന എത്രയാണ് 200 ഡിഗ്രി വരെ സെറ്റ് ചെയ്യാൻ പറ്റണം. 40 വരെ വരും, ഇത് 200 വരെ നമുക്ക് സെറ്റ് ചെയ്യാം. തിരിച്ച് 200 വരെ ചെയ്യാം. അത് നമ്മൾ ചെറുതായിട്ട് കുറച്ച് വെച്ചു. എന്നിട്ട് ഇത് കാരണം ട്രേ ഇപ്പോൾ കാലിയാണല്ലോ. എന്നിട്ട് അതിനെ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര സമയം വേണം അതും നമുക്ക് സെറ്റ് ചെയ്യാം, എത്ര മിനിറ്റ് വേണം എന്നുള്ളത്. അത് ഓക്കെ അടിക്കുക, മാനുവൽ. ഇപ്പോൾ ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണായി കുക്കാവാൻ സ്റ്റാർട്ടാവും. ഇപ്പോൾ ഞാൻ വെറുതെ വെച്ചതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓഫ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്യുക, അപ്പോൾ അത് ക്യാൻസൽ, യെസ് ഓർ നോ, ഒരു പ്രസ് ചെയ്യുക, ഓഫായി. അപ്പോൾ അതായിരുന്നു നമ്മുടെ അൺബോക്സിങ് ആൻഡ് പവറിങ് ഓൺ. ഇനി കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോ അവസരം കിട്ടുമ്പോൾ നമ്മൾ ഇടാം. അപ്പോൾ ഇത്രയും കണ്ടതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അറിയുന്നതാണെങ്കിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.